ഹലോ ഫ്രണ്ട്സ്, ഞാനിത് സംസാരിക്കാൻ പോകുന്നത് +2 കഴിഞ്ഞവർക്കും ബിടെക് കഴിഞ്ഞവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റിയ ജോബിനെ പറ്റിയാണ്. ജോബിൻ്റെ പേരാണ് NDT ടെക്നീഷ്യൻ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഇനിയിപ്പോൾ അടുത്തിടെ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് NDT എന്നുള്ളതാണ്. ഒരു മെറ്റീരിയലിനെ അതിൻ്റെ രൂപത്തിൽ മാറ്റം വരാതെ, അതിൻ്റെ ഘടനയിൽ മാറ്റം വരാതെ, അതിനെ നശിപ്പിക്കാതെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനെയാണ് NDT ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. എവിടേക്കാണ് NDT യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓയിൽ ആൻഡ് ഗ്യാസ് വരുന്നുണ്ട്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, ഷിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, സ്റ്റീൽ പ്ലാന്റിൽ, റെയിൽവേ, അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്, ഡിഫൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മിസൈലൊക്കെ ഉണ്ടാക്കുന്നിടത്ത് ഈ NDT യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിഡ്ജസ്, ഇപ്പോൾ ഈ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിവിൽ കൺസ്ട്രക്ഷൻ ഏരിയയിലും ഈ NDT യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇരുമ്പ് വെച്ച് എന്ത് ഉണ്ടാക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഈ NDT യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. NDT ടെക്നീഷ്യൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞവർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്ക്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അതുപോലെ ബിടെക് കഴിഞ്ഞവർക്ക് വരെ നമുക്ക് ഈ NDT ടെക്നീഷ്യൻ്റെ കോഴ്സ് ചെയ്യാവുന്നതാണ്. NDT ടെക്നീഷ്യൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം കോഴ്സ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ കോഴ്സിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ASND ലെവൽ 2 സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. ASND ലെവൽ 2 സർട്ടിഫിക്കറ്റ് ആണ് അതിനകത്ത് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ASND എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് QC കോഴ്സാണ് വരുന്നത്. ASND എന്ന് വെച്ചാൽ ബേസിക് QC കോഴ്സാണ് വരുന്നത്. ASND എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണുള്ളത്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഇത് റിന്യൂ ചെയ്തിട്ടാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ASND എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് QC കോഴ്സാണ്. നിങ്ങൾ ASND ലെവൽ 2 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പനി ജോലി കിട്ടണമെങ്കിൽ ASND ലെവൽ 2 കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്പെക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ ASND ലെവൽ 2ൻ്റെ കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കണം. 4 സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ASND ലെവൽ 2വിനകത്ത് വരുന്നത്. 4 സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ പേര് എന്തെന്ന് വെച്ചാൽ UT അൾട്രാസോണിക് ടെസ്റ്റിങ്, അത് കഴിഞ്ഞ് വരുന്ന RT റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്, അത് കഴിഞ്ഞ് വരുന്നതാണ് LPT ലിക്വിഡ് പ്രിഡിക്റ്റീവ് ടെസ്റ്റിങ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് MPI മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്. ഇതിനകത്ത് UT RT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഡാമേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ LPT MPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഡാമേജ് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ASND ലെവൽ 2 സർട്ടിഫിക്കറ്റ് കോഴ്സിനകത്ത് വരുന്ന ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ASND ലെവൽ 3 സർട്ടിഫിക്കറ്റ്. ASND ലെവൽ 3 സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 2കാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ സൈൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് ലെവൽ 3കാർ ചെയ്യുന്ന ജോബ്. അതുപോലെ ASND ലെവൽ 3കാരുടെ സൈനാണ് വാല്യൂ ഉള്ളത്. അതുപോലെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പോലെ NDT ടെക്നീഷ്യൻ കിട്ടുന്ന സാലറി എത്രയൊക്കെയാണെന്ന് ഞാനൊരു ഏകദേശം സാലറിയെ കുറിച്ചൊന്ന് സംസാരിക്കാം. നിങ്ങളിപ്പോൾ ഒരു NDT ടെക്നീഷ്യൻ ലെവൽ 2 ആണെങ്കിൽ നിങ്ങൾക്കൊരു 1500 തൊട്ട് 2500 വരെ സൗദി റിയാൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ സൗദി വന്ന് നിങ്ങൾ ആരാംകോ അപ്രൂവലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3500 സൗദി റിയാൽ തൊട്ട് ബേസിക് സാലറി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഇതിനകത്ത് തോന്നിയ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2കാരും ഡിഗ്രിക്കാരും ഒക്കെ ഈ കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ബിടെക്കാരോട് ഈ കോഴ്സ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കാർക്കാണ് എനിക്കൊരു മുൻഗണന കിട്ടുന്നത്. അതേ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു ഡീമെറിറ്റ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.